വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ സന്ദർശിക്കാൻ നിരവധി പേരാണ് എത്താറുള്ളത്. ഇങ്ങോട്ടേക്ക് എത്തിയാൽ പിന്നെ തിരികെ സ്വന്തം നാട്ടിലേക്ക് പോകാൻ മടിക്കുന്നവരാണ് അവരിൽ പലരും. ഇന്ത്യൻ സംസ്കാരം, ഭക്ഷണം, പ്രകൃതി ഭംഗി അങ്ങനെ നിരവധി കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വന്നതിനു ശേഷം വിശേഷങ്ങളും അനുഭവങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നതും അത് പെട്ടെന്ന് വൈറലാകുന്നതും മിക്കപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്. മാത്രമല്ല, ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയിലെ മനുഷ്യരുടെ ആതിഥ്യ മര്യാദ. അത് ലോക പ്രശസ്തമാണ്. അതിഥി ദേവോ ഭവ എന്ന് കരുതുന്നവരാണ് പല ഇന്ത്യക്കാരും. ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും ഈ ആതിഥ്യ മര്യാദ അനുഭവിക്കണമെങ്കിൽ പരിചയക്കാരാകണമെന്ന് പോലുമില്ല. അപരിചിതരായ ആളുകളോട് കാണിക്കുന്ന ഒരു മര്യാദയാണ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ വേറിട്ട് നിർത്തുന്നത്. അത്തരത്തിലുള്ള മനോഹരമായ അനുഭവം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയാണ് ഇന്ത്യ കാണാനെത്തിയ ബ്രിട്ടനിൽ നിന്നുള്ള ഒരു യുവാവ്. ഒരു ഗ്രാമത്തിൽ വയലിലൂടെ സൈക്കിൾ ചവിട്ടി പോവുകയായിരുന്നു ഡങ്കൻ ഇവാൻസ് എന്ന യുവാവ്. അപ്പോഴാണ് ഗ്രാമവാസിയായ ഒരാൾ ഇവാൻസിനെ തടഞ്ഞു നിർത്തിയത്. കനത്ത ചൂടാണല്ലോ, എങ്ങും ആ ചൂടിൽ അങ്ങനെ പോകാതെ ഒരു ഗ്ലാസ് മോര് കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇവാൻസിനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. വരൂ, എന്റെ വീട്ടിലേക്ക് വന്ന് അല്പം മോര് കഴിച്ചിട്ട് പോകൂ എന്നാണ് ഇദ്ദേഹം ഇവാൻസിനോട് പറഞ്ഞത്. ഇപ്പോൾ തന്നെ പോയേക്കാം, ഞാൻ അല്പം മോര് കുടിക്കാൻ പോവുകയാണെന്നാണ് യുവാവ് വീഡിയോയിൽ പറയുന്നത്. ഇന്ത്യയിലൂടെ സൈക്കിൾ ചവിട്ടുമ്പോൾ ഏറ്റവും ദയാലുവായ ആ മനുഷ്യനെ ഞാൻ കണ്ടുമുട്ടിയെന്നും ഇവാൻസ് പറയുന്നുണ്ട്. യുവാവ് ആ ഗ്രാമവാസിയുടെ വീട്ടിലേക്ക് പോകുന്നതും അദ്ദേഹം ഒരു കപ്പിൽ നിറയെ മോര് യുവാവിന് നൽകുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം. നന്ദി പറഞ്ഞ് വീണ്ടും കാണാമെന്നും പറഞ്ഞാണ് യുവാവ് മടങ്ങുന്നത്. ഇന്ത്യൻ ഗ്രാമങ്ങളിലെ ആതിഥ്യ മര്യാദ നേരിട്ട് അനുഭവിച്ച നിമിഷമായിരുന്നു ഇവാൻസിന് അതെന്ന് വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മോര് രുചികരമാണെന്നും ഇവാൻസ് വ്യക്തമാക്കിയിട്ടുണ്ട്. 9.2 മില്യണിലധികം ആളുകളാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത്. നിരവധി പേരാണ് പോസ്റ്റിന് കമന്റുകൾ നൽകിയത്. ഇന്ത്യയുടെ ആതിഥ്യ മര്യാദയെക്കുറിച്ച് തന്നെയാണ് പലരും കമന്റുകളിൽ ഓർമ്മിപ്പിച്ചത്. ഒപ്പം ഈ ചൂടുകാലത്ത് കുടിക്കാൻ നൽകാൻ മോരിലും നല്ല ഓപ്ഷനില്ല എന്നും പലരും അഭിപ്രായപ്പെട്ടു. അതുമാത്രമല്ല, ഇന്ത്യയെക്കുറിച്ച് പലപ്പോഴും സുരക്ഷിതമല്ലാത്ത നഗരമെന്ന് പല വിദേശികളും പറയാറുണ്ട്. എന്നാൽ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെത്തുന്ന ടൂറിസ്റ്റുകളും മുന്നോട്ട് വരാറുണ്ട്. അങ്ങനെ ഒരു പോസ്റ്റാണ് 2 ദിവസം മുൻപ് ശ്രദ്ധിക്കപ്പെട്ടത്. ഇന്ത്യ മൊബൈൽ മോഷണത്തിന്റെ കാര്യത്തിൽ ലണ്ടനേക്കാൾ സുരക്ഷിതമാണെന്നാണ് വിദേശിയായ ഒരു യുവതി പറയുന്നത്. ഡിസ്കവർ വിത്ത് എമ്മ എന്ന ഇൻസ്റ്റഗ്രാം പേജിലാണ് പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. ലണ്ടനിലേക്കാൾ തനിക്ക് സുരക്ഷിതത്വം തോന്നിയത് ഇന്ത്യയിലാണെന്നാണ് യുവതി പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. ചിലപ്പോൾ കേൾക്കുന്നവരിൽ ഇത് ഞെട്ടലുണ്ടാക്കിയേക്കാം. പക്ഷേ സത്യം പറഞ്ഞാൽ ലണ്ടനേക്കാൾ കുറഞ്ഞ സ്ട്രെസ് മാത്രമേ എനിക്ക് ഇന്ത്യയിൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അനുഭവപ്പെട്ടുള്ളൂ. കേരളം, പ്രത്യേകിച്ച് വർക്കല, ഗുവാഹത്തി, മേഘാലയ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കയ്യിലുള്ള വസ്തുക്കളെക്കുറിച്ച് എനിക്ക് അമിതമായ ആശങ്കയൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കിഷ്ടമുള്ള രീതിയിൽ വീഡിയോകൾ ഷൂട്ട് ചെയ്യാനും ഫോൺ കയ്യിൽ പിടിച്ച് നടക്കാനും അവിടെ സാധിച്ചിരുന്നു. എന്നാൽ ലണ്ടനിലോ എൻ്റെ ഫോൺ എപ്പോഴും കയ്യിൽ മുറുകെ പിടിച്ചിരിക്കേണ്ടുന്ന അവസ്ഥയാണ്. പൊതുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഫോൺ മുറുകെ പിടിക്കുന്നു. ഓരോ 5 സെക്കൻഡിലും ബാക്ക് ചെക്ക് ചെയ്യുന്നു. ആരെങ്കിലും അടുത്ത് വന്നാൽ സംശയത്തോടെ നോക്കുന്നു. തീർച്ചയായും എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെതായ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യ പൂർണ്ണമായും സുരക്ഷിതമാണെന്നോ എവിടെയും ജാഗ്രത വേണ്ടെന്നോ അല്ല ഞാൻ പറയുന്നത്. എങ്കിലും ഇന്ത്യ സന്ദർശിക്കുന്നതിന് മുൻപ് കേട്ടിരുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി. ചിലപ്പോൾ ആളുകൾ നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന സ്ഥലങ്ങൾ നമുക്ക് ഏറ്റവും സുരക്ഷിതമായി തോന്നും. തിരിച്ചുമെന്ന് യുവതി കുറിക്കുന്നു. ഒപ്പം ഓൺലൈനിൽ കാണുന്ന നെഗറ്റീവ് കാര്യങ്ങൾ കാരണം ഇന്ത്യ സന്ദർശിക്കാൻ മടിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അങ്ങനെയല്ല എന്നുള്ള സൂചനയായി തന്റെ പോസ്റ്റിനെ കാണണമെന്നും യുവതി വ്യക്തമാക്കി. നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമന്റുകൾ നൽകിയത്. യുവതി പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ട് കമന്റുകൾ നൽകിയവരുണ്ട്. അതേസമയം ഇന്ത്യയിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയെക്കുറിച്ച് വിദേശികൾക്കുള്ള കാഴ്ചപ്പാട് വളരെ മികച്ചതാണ്. അതിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നാണ് ഭൂരിപക്ഷം ആളുകളും വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.